അങ്ങനെ എല്ലാവരും ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് വന്നു. അവരവരെ കാര്യങ്ങൾ നോക്കാനൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് സച്ചിയോടൊരു കാര്യം പറയാനുണ്ട്. സച്ചിയുടെ മൂത്തതാണ് ശ്രുതിയുടെ ഭാര്യയാണ് ശ്രുതി. അപ്പം ആ ഏട്ടത്തി അമ്മേരെ കയ്യിൽ നീ അറിയാതെ തട്ടിയതാണോ അറിഞ്ഞു തട്ടിയതാണോ അറിയില്ല, ഇനി മേലിൽ അങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് നീ അത് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് അത് ഞാൻ പറയാൻ അച്ഛാന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാപ്പ് പറയുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട് എന്നെ മാത്രമല്ല, നീ ഏത് നേരവും നീ ശ്രുതിയെയും കൈകൊട്ട് കളിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മേലാൽ ഇനി ശ്രുതിയെയും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അതും നമ്മുടെ സച്ചി അംഗീകരിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ രവീന്ദ്രനെ ഒരു കാരണത്തിലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ചന്ദ്രമതിക്കും സന്തോഷമായി. അങ്ങനെ പ്രോബ്ലമൊക്കെ സോൾവായി കഴിഞ്ഞു. സച്ചി, നീ ഇങ്ങോട്ട് വന്ന് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എൻ്റെ ഈ ഓപ്പറേഷനുള്ള പൈസ നീ എവിടെ നിന്നാണ് സംഘടിപ്പിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും സച്ചി തലകുനിച്ച് നിൽക്കുകയാണ്. അതൊന്നും അച്ഛൻ അറിയണ്ട, അച്ഛൻ്റെ ജീവൻ രക്ഷപ്പെട്ടില്ലേ, അത് മാത്രം മതി എന്ന് സച്ചി പറയുന്നു. അത് പറഞ്ഞാൽ പറ്റില്ല, ഇതിനുള്ള കാശ് എവിടെ നിന്ന് സച്ചി ഒരു വിധത്തിൽ പറയുന്നില്ല. അപ്പോഴത്തേക്കും ചന്ദ്രയോട് ചോദിക്കുന്നു, ചന്ദ്ര അവിടെ ഹോസ്പിറ്റലിൽ അടയ്ക്കാനുള്ള കാശ് എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അത് നമ്മുടെ സച്ചിയുടെ കാറ് വിറ്റ് എന്ന് പറയുന്നു. അത് കേട്ടതും നമ്മുടെ രവീന്ദ്രൻ വല്ലാത്തൊരു ഷോക്കായിപ്പോയി കേട്ടോ. എന്തെന്ന് വെച്ചാൽ സച്ചിയുടെ പ്രാണനും ജീവനും എല്ലാം അത് ആ ഒരു കാറ് തന്നെയാണ്. ആ കാറില്ലെങ്കിൽ സച്ചി ഇല്ല എന്നുള്ള സച്ചി, നീ എന്തിനാണ് ആ പണി ഒപ്പിച്ചത്? നീ പ്രായം ചെന്ന് ഞാനങ്ങ് മരിച്ചോട്ടെ എന്ന് നീ വിചാരിച്ച പോരായിരുന്നു. എൻ്റെ അച്ഛനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് അച്ഛൻ മതി, അതിനപ്പുറമുള്ള എനിക്ക് വാടക കാറുണ്ട്, ആ കാറിൽ വെച്ച് ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞ് സങ്കടങ്ങളൊക്കെ അച്ഛനിൽ നിന്ന് മാറ്റുന്നു. അച്ഛന് വല്ലാത്ത സങ്കടമായിപ്പോയി. ഞാൻ ആ കാറ് ഓടിച്ചാണ് വീട്ടിലുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇനി നീ എങ്ങനെ ജീവിക്കുക? അതൊക്കെ ഞാൻ ജീവിക്കും അച്ഛാ, എൻ്റെ അച്ഛൻ ജീവനോടെ വന്നില്ലേ, പിന്നെ ഇനി എന്ത് പ്രയാസമാണുള്ളത് എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി വെള്ളം എടുത്തുകൊണ്ട് വാ, അച്ഛന് ഗുളിക കൊടുക്കണം, വെള്ളം എടുത്തുകൊണ്ട് വാന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്തിനാണ് ഈ കാറ് വിറ്റത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. ഇവിടെ പ്രമാണം ഇരിപ്പുണ്ടല്ലോ, പ്രമാണം അത് അവൾ കൊണ്ടുപോയി രേവതി എവിടെ കൊണ്ടുപോകാനാണ്? രേവതി ഒരിടത്തും കൊണ്ടുപോയില്ല. രേവതി എൻ്റെ കയ്യിലാണ് തന്നിട്ട് പോയത്. അച്ഛാ, ഇത് എനിക്ക് എൻ്റെ കയ്യിൽ വെച്ചേക്കാനുള്ള അവകാശം എനിക്കില്ല, ഇത് അച്ഛൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ എൻ്റെ ഷെൽഫിലാണ് ഇരിക്കുന്നത്, വേണമെങ്കിൽ ഞാൻ കൊണ്ട് കാണിച്ചു തരാം. അങ്ങനെ ചെന്ന് ഷെൽഫീന് എടുത്തുകൊണ്ട് വരുന്നു, കാണിച്ചു കൊടുക്കുന്നുണ്ട് പ്രമാണം. അപ്പം നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ചതല്ലേ, അവൾ നിരപരാധിയാണ്, അവളെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകാത്തത് കൊണ്ടാണ്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൾ ഈ കുടുംബത്തിന് നന്മ മാത്രമല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അവളെ കുറ്റപ്പെടുത്തരുത്, അവൾ നന്മ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നിനക്കെപ്പം നോക്കിയാലും രേവതിയെ പരാതി പറച്ചിലും പരിഭവം പറച്ചിലും എല്ലാം ആണല്ലോ. അവൾ ആരുടെയും ഒരു പ്രമാണവും ഒന്നും കൊണ്ടുപോയിട്ടില്ല, അവൾ സ്വയമേ പോയി. രേവതി എവിടെയാണ്? രേവതിയെ കണ്ടില്ലല്ലോ എന്ന് രവീന്ദ്രൻ തിരക്കുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രന് ഗുളിക കൊടുക്കുന്നുണ്ട്. ഗുളിക കൊടുക്കുന്ന സമയത്ത് കഴിക്കുന്നില്ല. പറയുന്നു, എനിക്ക് ഗുളിക വേണ്ട. രേവതി എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. രേവതി ഇവിടെ ഇല്ല. അവളെ കാര്യത്തിനെ കുറിച്ച് ഇവിടെ ഒന്നും സംസാരിക്കണ്ട. അവളെവിടെ പോയി? അവളെ വീട്ടിലോട്ട് പോയി. അവൾ ആശുപത്രിയിൽ വന്നിരുന്നു എന്ന് പറയുന്നു. ആശുപത്രിയിൽ എപ്പോൾ വന്നു? അവൾ വന്നപ്പോൾ നമ്മളാരും അവളെ കയറ്റിയില്ല, അവൾ പുറത്ത് പോയിരുന്നു. അപ്പോഴാണ് പറയുന്നത്, അവൾ വന്നിരുന്നു, അവൾ എൻ്റെ കയ്യിൽ ചരട് കെട്ടിയിരുന്നു, അവൾ വന്ന് എൻ്റെ കാലിൽ തൊട്ട് തൊഴുതു, ഇതെല്ലാം ഞാൻ കാണുകയുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ട്, അവളിവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്, അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. രേവതി വരാതെ ഞാൻ ഒരു തുള്ളി വെള്ളവും കുടിക്കില്ല, ഞാനത് ഗുളികയും കഴിക്കില്ല, അതിനൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രേവതിയെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയുന്നുണ്ട്. വേറെ മാർഗ്ഗം അപ്പോഴും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, രേവതി വേണ്ട, ഞാൻ ഗുളികയൊക്കെ എടുത്തു തരാം. വേണ്ട, എനിക്ക് എൻ്റെ രേവതി മോള് തന്നെ വേണം. അവൾ എന്നെ ഒരു അച്ഛനെ പോലെയാണ് കണക്കാക്കിയത്, അവൾ അച്ഛൻ്റെ സ്ഥാനത്താണ് എന്നെ കണക്കാക്കിയത്. അവൾ എല്ലാം കണ്ടും ഒളിച്ചും മറഞ്ഞു നിന്ന് അവൾ നിങ്ങളാരും ഇല്ലാത്ത സമയത്ത് എൻ്റെ മുറിയിൽ കയറി വന്ന് എൻ്റെ കയ്യിൽ ചരട് കെട്ടിയിട്ട്
പോയതാണ്. അപ്പോൾ അവൾക്കാണ് എന്നിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ചിട്ട് പോയത്. അതുകൊണ്ട് അവൾ വന്നാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ സമയം രേവതിയുടെ വീട്ടിൽ രേവതിയും ലക്ഷ്മിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഡിസ്ചാർജ് ചെയ്തോന്ന് ചോദിക്കുന്നുണ്ട്. ഡിസ്ചാർജ് ചെയ്തില്ല എന്ന്, അതിനെപ്പറ്റി ഒന്നും അറിയാൻ പറ്റില്ല അമ്മയെ, ഒരു കാര്യവും അറിയാൻ പറ്റില്ല. ഈ സമയത്താണ് സച്ചി അവിടെ എത്തുന്നത് രേവതിയെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി. ഇത് കണ്ടപ്പോൾ രേവതിക്ക് ഒരു ഞെട്ടലുണ്ടായി.